ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഇന്നത്തെ ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ ഇവനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് പേര് എന്നോട് ഇതിനെപ്പറ്റിയുള്ള കമൻറ്റുകൾ വിട്ട് ചോദിച്ചിട്ടുണ്ട്. കുറേ പേർക്കൊക്കെ ഞാൻ എൻ്റെ വിവരണം കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ജാൽവ ഹോണിൻ്റെ സൗണ്ട് കേട്ടില്ല എന്ന് പറഞ്ഞ് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജാൽവ ഹോണിൻ്റെ ഒരു വീഡിയോ തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് കൂടാതെ ഒറിജിനൽ ബെൽജിയത്തിന്റെ ജാൽവ ഹോണും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇതും ഒറിജിനൽ തന്നെയാണ്, ഒറിജിനൽ കളറോട് കൂടിയുള്ള, അതായത് പോസ്റ്റ് റെഡ് കളറാണ് ഒറിജിനൽ ജാൽവ ഹോണിന് വരുന്നത്. ആ കളറോട് കൂടിയ ജാൽവ ഹോൺ എൻ്റെ ഇരിപ്പുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതിന്റെ ട്യൂൺ ചെയ്യുന്നതും ഇതിന്റെ ഇലക്ട്രിക്കൽ സെക്ഷനും എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് തരാം. അതിന് മുമ്പായിട്ട് ഞാൻ ഇതിനെപ്പറ്റിയുള്ളൊരു വിവരണം തരാം. അതായത് ഞാൻ മറ്റു വാഹനങ്ങൾ എൻ്റെ ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ ഇതിലായിരുന്നു ഞാൻ എല്ലായിടത്തും സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ആ സഞ്ചരിക്കുന്നതിനായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഈ കാണുന്ന നമ്മുടെ ലഡാക്ക് കാരിയർ. അപ്പോൾ ഈ ലഡാക്ക് കാരിയർ ഇവന്റെയാണ്. അപ്പോൾ എനിക്ക് മറ്റു വാഹനങ്ങൾ എത്തിയ സമയത്ത് ഞാനപ്പോൾ ഇവനെ വിശ്രമം നൽകാൻ വേണ്ടിയിട്ട് ഞാൻ ഇതെല്ലാം അഴിച്ചു വെച്ചതാണ്. അപ്പോൾ ഈ രണ്ട് ലഡാക്ക് കാരിയർ ഞാൻ ഇവനെ ഇനി എല്ലാം ഫിക്സ് ചെയ്യാൻ പോകും. എൻ്റെ യാത്ര ഞാൻ ഇവനിലും യാത്ര തുടരാനായിട്ട് ഞാൻ ഇവനെ ഫിക്സ് ചെയ്യാൻ പോവാണ്. ഇത് രണ്ട് ലെഫ്റ്റും റൈറ്റും രണ്ട് കാരിയറാണ്. ഇത് ഞാൻ വെള്ളം കൊണ്ടുപോകുന്ന എൻ്റെ വാട്ടർ ക്യാനാണ്. ഇതിൽ 30 ലിറ്റർ വെള്ളം കൊള്ളും. ഇത് നമ്മുടെ ഇന്ത്യയുടെ അല്ല കേട്ടോ, ഇത് മെയ്ഡ് ഇൻ ഇംഗ്ലണ്ടാണ്. അതുപോലെ തന്നെ ഈ കാണുന്ന ഹെൽമറ്റ്, ഈ ഹെൽമറ്റും നിങ്ങളാരും കണ്ടിട്ടുണ്ടാവില്ല പക്ഷേ, കാരണം ഇത് ബ്രിട്ടീഷ് ആർമിയുടെ ഹെൽമറ്റാണ്. ഇത് ബുള്ളറ്റ് പ്രൂഫാണ് ഈ സാധനം. അതുപോലെ ഈ പൗച്ചും ഇത് നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ഒന്നുമല്ല, ഇതും ബ്രിട്ടീഷ് ആർമിയുടെ തന്നെയാണ്. ഈ 3 സാധനം എനിക്ക് എൻ്റെ സുഹൃത്ത് വിദേശത്തുനിന്ന് കൊണ്ടു തന്നതാണ് എൻ്റെ യാത്രയ്ക്കായിട്ട്. അപ്പോൾ ഞാൻ ഇതുവരെ ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ക്യാനും പൗച്ചെല്ലാം ഉപയോഗിക്കുന്നുണ്ട്, ഹെൽമെറ്റ് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ യാത്രയിൽ ഞാൻ ഉപയോഗിക്കുന്ന ഇതാണ്. ഇതെൻ്റെ സ്ലീപ്പിംഗ് ബാഗാണ്. ഈ സ്ലീപ്പിംഗ് ബാഗ് ഇത് ടെന്റ്, നമ്മുടെ ലഡാക്കുകാരി കണക്ട് ചെയ്യുന്ന കണക്ടറാണ്, കമ്പിയാണിത്. പിന്നെ ടെന്റിനകത്ത് ഉറങ്ങാനായിട്ട് കിടക്കുന്ന മാറ്റാണ്. ഇത് നമുക്ക് ബെഡായിട്ട് ഉപയോഗിക്കാം, കസേരയായിട്ട് ഉപയോഗിക്കാം. ഗോൾമാന്റെ ചെയറാണ് ഇത് കേട്ടോ. ഇത് ഞാൻ യാത്രയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്ന ഇതാണ്. പിന്നെ ഇത് 5 ലിറ്ററിന്റെ 2 ക്യാൻ പെട്രോള്. നമ്മൾ ചില സ്ഥലത്ത് ഇരുന്ന സമയത്ത് നമുക്ക് പെട്രോളിനൊക്കെ ഇപ്പോഴല്ലേ നമുക്ക് ഒരുപാട് അടുത്തടുത്ത് പെട്രോൾ പമ്പുകൾ ഉള്ളത്. അപ്പോൾ നേരത്തെയൊക്കെ എന്ന് വെച്ചാൽ പെട്രോളിനൊക്കെ ഭയങ്കര ക്ഷാമം ഉണ്ടാകുന്ന സമയങ്ങളിൽ ഞാൻ എപ്പോഴും 10 ലിറ്റർ പെട്രോൾ കൈ കരുതുമായിരുന്നു. അതിന്റെ പെട്രോളിന്റെ ക്യാനാണിത്. പിന്നീട് എന്റെ ഇതേലിരുന്ന ക്രാഷ് കാർഡ് എന്ന് പറഞ്ഞത് ഇതല്ലായിരുന്നു, അത് വേറൊരു ബട്ടർഫ്ലൈയുടെ ക്രാഷ് കാർഡായിരുന്നു. അതിൽ ഞാൻ ഗ്രില്ലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്രില്ല് വെച്ച് പിടിപ്പിച്ചാൽ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് പോകുന്ന ഒരു വണ്ടിയുടെ ഒരു ഓഫ് റോഡിൽ നമ്മൾ പോകുമ്പോൾ ഫ്രണ്ടിൽ പോകുന്ന ഒരു ജീപ്പിന്റെ ഒരു കല്ല് വല്ലതും വന്ന് അടിച്ചാൽ നമ്മുടെ കാലേ കല്ല് വന്ന് കൊള്ളത്തില്ല. അതേ രീതിയിൽ ഞാൻ ആ ക്രാഷ് കാർഡ് ഞാൻ നെറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നെറ്റിൽ ഞാൻ 2 ബ്രാക്കറ്റും പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, 2 ഫയർ എക്സ്റ്റിംഗ്വിഷർ പിടിപ്പിക്കുന്നതിനായിട്ട് 2 സൈഡിലായിട്ട്. അപ്പോൾ ആ ക്രാഷ് കാർഡ് ഞാൻ മാറ്റിയിരുന്നു. അപ്പോൾ ഇവന് ഞാൻ റെസ്റ്റ് കൊടുത്ത സമയത്ത് അതൊക്കെ മാറ്റി ഇവനെ ഞാനൊന്ന് വൃത്തിയാക്കി എടുത്തതാണ്. അപ്പോൾ ഇതിപ്പോൾ വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമില്ല. പക്ഷെ അതിനിപ്പോൾ ഈ ക്രാഷ് കാർഡ് മാറ്റി വേറെ ക്രാഷ് കാർഡ് എനിക്ക് വെക്കണം. അപ്പോൾ അതേ വെക്കാൻ വേണ്ടിയുള്ള ഫയർ എക്സ്റ്റിംഗ്വിഷറാണ് 2 പിന്നെ ഇത് എൻ്റെ ഗ്യാസ് സിലിണ്ടർ 2 കിലോയുടെയാണ്. ഇത് നമ്മുടെ HP-യുടെ ഗ്യാസ് സിലിണ്ടറാണ്, 2 കിലോയുടെ. ഇത് ഞാൻ ചിലപ്പോൾ ഇത് കാലിയായി കഴിഞ്ഞാൽ പോകുന്ന വഴിക്ക് ഞാൻ പല സ്ഥലങ്ങളിൽ നിന്ന് പോകുന്ന വഴിക്ക് തന്നെ പമ്പുകളിൽ നിന്ന് ഫില്ല് ചെയ്ത് മേടിക്കാറുണ്ട്. കാലി കൊടുത്തിട്ട് നമുക്ക് ഫുള്ള് മേടിക്കാൻ കിട്ടും. ഇതെന്റെ അടുപ്പാണ്. ഞാൻ കൂടുതലും യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം അല്ലെ 2 ദിവസത്തിൽ കൂടുതലായിട്ട് ഞാൻ യാത്ര ചെയ്യുന്ന സമയത്തെ ഞാൻ വെളിയിൽ നിന്നുള്ള ഭക്ഷണം വളരെ കുറവാണ്. അപ്പോൾ നോൺ വെജ് ഒന്നും വളരെ കുറവേ കഴിക്കാറുള്ളൂ. വെജാണ്. വെജ് എന്ന് പറഞ്ഞാൽ ചിലപ്പം അതിനകത്തൊരു ഓംലെറ്റൊക്കെ വരും, അല്ലാതെ ബാക്കിയുള്ള ഒന്നും ഞാൻ കഴിക്കാറില്ല. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ബസ്മതിയാണ്. ഇത് നമ്മുടെ അടുപ്പാണ്. അപ്പോൾ ഞാൻ അടുപ്പിൽ ഉപയോഗിക്കുന്ന കൊച്ചു കൊച്ചു പാചകങ്ങൾക്കായിട്ട് ഇത് ഉപയോഗിക്കുന്നു.
ബാക്കി ഇവൻ്റെ നമ്മുടെ റെഗുലേറ്ററും പൈപ്പും ഒക്കെ അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം എൻ്റെ യാത്രയിൽ എന്നോടൊപ്പം എപ്പോഴും ഞാൻ കൊണ്ടു നടക്കുന്ന സാധനങ്ങളാണ്. അത് ഒരു ദിവസത്തേക്ക് പോയാലും 10 ദിവസത്തേക്ക് പോയാലും 5 ദിവസത്തേക്ക് പോയാലും ഈ ഫുൾ സെറ്റപ്പോട് കൂടിയേ ഞാൻ പോകാറുള്ളൂ. പിന്നെ ഇതെല്ലാം എൻ്റെ സാധനങ്ങൾ വെച്ച് ഞാൻ ഫിക്സ് ചെയ്യുന്ന ട്രെയിനാണ്. കണ്ടില്ലേ, ഇത് ഇത്രയും ഉണ്ട്. ഇത് തന്നെ എനിക്ക് തികയത്തില്ലെങ്കിൽ ഇതെല്ലാം ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നു. പിന്നെ എപ്പോഴും ഇത് എൻ്റെ യാത്രയിൽ ഞാൻ എപ്പോഴും കൊണ്ടു നടക്കുന്ന ടൂൾസാണ്. പ്രത്യേകിച്ച് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അല്ലെങ്കിൽ പോലും പല സമയങ്ങളിലും പല വഴിയിൽ പെട്ടുപോയ പലർക്കും ടയർ പഞ്ചറായ അവർക്ക് ടയർ ഇളക്കാനും കേബിൾ പൊട്ടിപ്പോയവർക്ക് കേബിൾ മാറ്റാനും അങ്ങനെ ബ്രേക്ക് ടൈറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഒരുപാട് സമയങ്ങളിൽ എനിക്കിത് ഉപകാരപ്പെട്ടിട്ടുണ്ട് എൻ്റെ കയ്യിലുള്ള ടൂൾസ് മറ്റു പലർക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ ടൂൾസ് ഞാൻ എപ്പോഴും പോകുമ്പോൾ കൂടെ കൊണ്ടുപോകാറുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ എനിക്കൊരു എമർജൻസി കിറ്റുണ്ട്. ആ എമർജൻസി കിറ്റ് എന്ന് വെച്ചാൽ അത് എൻ്റെ വണ്ടിക്കുള്ളിൽ തന്നെയാണത്. ഈ എമർജൻസി കിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ വണ്ടിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളാണ് ഞാൻ ഈ കിറ്റിനകത്ത് സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ കിറ്റ് നിങ്ങളെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ചാർജറാണ്. നമ്മുടെ പോയിന്റ് സെറ്റ് ചെയ്യാനുള്ളത്, പ്ലഗ് സ്പാനർ, ഫ്യൂസ്, പെട്രോളിൻ്റെ പൈപ്പ്, മാസ്കിൻ ടേപ്പ്, സിസർ, ചെറിയ സ്ക്രൂ ഡ്രൈവറുകൾ, ഒരു LNG ഉണ്ട്. പിന്നെ നമ്മുടെ സ്റ്റാറും മൈനസും ഒക്കെ ആയിട്ടുള്ള സ്ക്രൂ ഡ്രൈവറിൻ്റെ സെറ്റാണ്. പിന്നെ ഈ എമർജൻസിക്ക് ഞാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് വയറുകൾ. ഇത് എന്തെങ്കിലും എമർജൻസി ഉണ്ടായാൽ ഈ സാധനം എൻ്റെ എമർജൻസി കിറ്റാണ്. പിന്നെ ഈ കിറ്റ് കൂടാതെ ഇനിയിപ്പോൾ എൻ്റെ ഉള്ളതെന്ന് പറഞ്ഞാൽ വേറെ സാധനങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. 2 കോയിലാണ് ഞാൻ എപ്പോഴും എൻ്റെ യാത്ര ഞാൻ കൂടെ കരുതുന്നു. 2 കോയിലുണ്ട്. എൻ്റെ കയ്യിൽ നേരത്തെ ഒരു കോയിലുണ്ടായിരുന്നു, നമ്മുടെ മാരുതി 800ൻ്റെ കോയിൽ. അത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ കയ്യിൽ അത് നല്ല കോയിലാണ്. ഇതും നമ്മുടെ റോയൽ എൻഫീൽഡ്, TVSൻ്റെ, ലൂക്കാസിൻ്റെ കോയിലാണിത്. 2 കോയിൽ ഞാൻ എപ്പോഴും അത് കരുതാറുണ്ട്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമുക്ക് യാത്രയിൽ നമുക്ക് സുരക്ഷിതമായി ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കരുതേണ്ടി വരും. നമ്മുടെ കേബിളുകളാണ്. പിന്നെ ഇതിനകത്തുണ്ട് ഒരു പെട്രോളിൻ്റെ പൈപ്പ്, പ്ലഗുകൾ, പ്ലാറ്റിനത്തിൽ പ്ലഗാണിത്. ഇതേതാണ്ട് എനിക്ക് തോന്നുന്നത് 800-825 രൂപ എന്തോ വിലയാണ് പ്ലാറ്റിനത്തിൻ്റെ പ്ലഗ്. ഹെഡ്ലൈറ്റിൻ്റെ ബൾബാണ് ഇത്. പ്ലഗ് വയർ, ഡീകംപ്രഷൻ കേബിള്, ആക്സിലേറ്റർ കേബിള് എല്ലാം നമ്മുടെ അയൺ ഇതിനുള്ള സോൾഡർ ചെയ്യണമെങ്കിൽ സോൾഡർ ചെയ്യാനുള്ള സാധനം. പിന്നെ നമ്മൾ എല്ലാ തരത്തിലുള്ള എല്ലാ കേബിളുകളും ഞാൻ സൂക്ഷിച്ചുകൊണ്ടുപോകും എൻ്റെ യാത്രയിലേക്ക്. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം ഇവനെ ഞാൻ സെറ്റ് ചെയ്യാൻ പോവാണ്. ഇതിനെ സെറ്റ് ചെയ്തിട്ട് ഇനി ഞാൻ ഇവനെയും എൻ്റെ ഫീൽഡിലേക്ക് ഇറക്കുകയാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഒരുപാട് വലിയ വ്ളോഗർമാരുടെ ഒരുപാട് വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ അവരൊക്കെ യാത്ര ചെയ്ത് ഉപേക്ഷിച്ച സ്ഥലങ്ങളിലേക്കാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ യാത്ര തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമ്മുടെ ജാൽവ ഹോണിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു വീഡിയോ ആക്കി ഞാൻ ഇടുന്നുണ്ട്. ഇത് മാത്രമല്ല, എൻ്റെ കയ്യിൽ വേറെ 2 സെറ്റുണ്ട്. അപ്പോൾ ഇവനെ ട്യൂൺ ചെയ്യുന്നതും ഇവൻ്റെ ഒറിജിനൽ സൗണ്ടും, ബാറ്ററിക്ക് നല്ല പവർ ഉണ്ടെങ്കിൽ മാത്രമേ ഇവൻ്റെ ഒറിജിനൽ സൗണ്ട് നമുക്ക് കേൾക്കുകയുള്ളൂ. ഞാനപ്പോൾ ഇവനെ എടുക്കാതിരിക്കുന്നത് ബാറ്ററിക്ക് പവറൊക്കെ ഇപ്പോൾ വളരെ കുറവാണ്. അപ്പോൾ ഞാൻ അവനെ ഒന്ന് റീചാർജ് ചെയ്തിട്ട് ബാറ്ററി ഒന്ന് റീചാർജ് ചെയ്തിട്ട് അവൻ്റെ ഒറിജിനൽ സൗണ്ട് നാളെ തന്നെ ഞാൻ കേൾപ്പിച്ചു തരാം. അതുപോലെ ട്യൂൺ ചെയ്യുന്നത്, അതിന് കപ്പിളക്കി കഴിഞ്ഞാൽ ജാൽവാഹോണിൻ്റെ ഉൾവശം എങ്ങനെ ഇരിക്കുമെന്നുള്ളത് അതെല്ലാം ഞാൻ നിങ്ങളെ കാട്ടിത്തരാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കാണണം. ഞാൻ പുതിയ വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും. അപ്പോൾ മറ്റുള്ളവരുടെയൊക്കെ ഒരുപാട് വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണ്. അപ്പോൾ എൻ്റെ കൊച്ചു ട്രാവൽ വ്ളോഗിലെ കൊച്ചു വീഡിയോകൾ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.